കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സാക്ഷി പറയാൻ ആളെ കിട്ടാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ കേസുകൾ ദുർബലമായി പോകുന്നത്. ആ സാഹചര്യം ഉണ്ടാവരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഈ നേരത്തെ ഡിമാൻഡിനെ സപ്ലൈ കാര്യം പറഞ്ഞപ്പോഴാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ബാധകമല്ലാത്ത ഒരേ ഒരു കാര്യമാണ് ലഹരി. ഉപയോഗിക്കും തോറും അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും, സപ്ലൈയും. അതാണ് ഇതിൻ്റെ തിയറി. നമുക്കൊപ്പം ഡോക്ടർ സന്ദീപ് ഉണ്ട്. ഡോക്ടർ സന്ദീപ്, എത്രമാത്രം അപകടകരമാണ്? ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. താമരശ്ശേരി ഭാഗത്ത് നിന്ന് പിടിച്ചൊരു യുവാവിൻ്റെ കയ്യിൽ 2 പാക്കറ്റ് MDMA. ആ 2 പാക്കറ്റ് MDMA അയാൾ വിഴുങ്ങി. പോലീസ് പിടിക്കാൻ വരുന്ന സമയത്ത് അയാൾ 1.5 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു, മരിച്ചു. ആ വാർത്തയാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് പ്ലാസ്റ്റിക് കവറിനുള്ളിലെ MDMA വിഴുങ്ങി അയാൾ മരിച്ച വാർത്തയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്തത്. എത്രമാത്രം അപകടകരമാണിത്? ഹലോ, കേൾക്കാം. നമ്മുടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ശതമാനങ്ങൾ എപ്പോഴും കറക്റ്റ് ആവില്ല. കാരണം ഇപ്പോൾ അരുൺ സാർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു സ്ത്രീ മുഖം മറച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലൊരു ഷെയിം എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. ഇതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസിഡൻസും പ്രിവാലൻസും എത്രയോ അധികമാണ് ഇതിൻ്റെ യൂസ്. അത് പുറത്ത് വരില്ല, കണക്കുകൾ കറക്റ്റ് ആയിരിക്കില്ല ഇതിൻ്റെ യൂസേജിൻ്റെ കണക്ക്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് തന്നെ പലപ്പോഴും സൈക്കാട്രി വിഭാഗത്തിൽ പോകാൻ വേണ്ടി അവർ മനസ്സ് മറക്കും, അവർ മടിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്, ഞങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്തായിരിക്കും ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അതേ പൊന്തി വരുന്നു. അപ്പോൾ അവന് ഭയമാണ് ഇത് പറഞ്ഞാൽ. അപ്പോൾ പേരൻസ് ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും പറയാം, സാറേ ഞാൻ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ജനറേഷനെ ഒരു തവണ യൂസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്ത് ആണ് അതൊരു ഡിപ്പെൻഡൻസിലേക്ക് പോകുന്നത്. ഇതാണ് കട്ട് ചെയ്യേണ്ടത്. ജെന്യുവൻ ആയിട്ട് ആ കുട്ടി എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തെന്നുള്ള ആ പ്രയോറിറ്റിയും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. ഡിപ്പെൻഡൻസിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ യൂസ് ചെയ്ത ആ എമൗണ്ട് ഓഫ് ലഹരി അടുത്ത വർഷം കുറെ മാസങ്ങൾക്ക് ശേഷം കിട്ടാത്തപ്പോൾ അതിന്റെ ഡോസ് കൂട്ടി, പിന്നെയും യൂസ് ചെയ്തു. അത് ടോളറൻസിൽ പോയി. ആ ടോളറൻസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി മാറി നിൽക്കുമ്പോഴത്തേക്കും സിംറ്റംസ് വരികയാണ്. ആ സിംറ്റംസ് അതിജീവിക്കാൻ വേണ്ടി പിന്നെ അടുത്ത ഡോസ് ഉപയോഗിക്കാതെ ഇവന് പറ്റുന്നില്ല. ഇതിനെയാണ് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് കയറിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡിപ്പെൻഡൻസിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ അവനക്ക് അതില്ലാതെ പറ്റില്ല. ഇപ്പോൾ MDMA കേസിലാണെങ്കിൽ നമ്മളത് സിന്തറ്റിക് എന്ന് പറയുന്നു, അതായത് മെത്തിലിൻ ഡയോക്സി മീഥൈൽ ആംഫെറ്റമിൻ. ഇതൊരു സ്റ്റിമുലൻ്റാണ്. ഈ സ്റ്റിമുലൻറ്റിൻ്റെ വാക്കിന് നോക്കിയത് എക്സ്റ്റസി. അതിന് നമ്മൾ വിളിക്കുന്ന എക്സ്റ്റസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ പരമാനന്ദം അല്ലെ, അതിൻ്റെ ഒരു സുപ്രീം, അതിന് മോളി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുക. എക്സ്റ്റസി എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി ക്ലബ്ബ്, ഡാൻസ് പബ്ബ്, ഇവിടെയൊക്കെ പോകുന്ന എന്താണ് സന്തോഷം അല്ലേ. ഇത് ആദ്യത്തെ ഒരു 1 hour നമ്മൾ കഴിക്കുന്ന സമയത്ത് തുടക്കം കഴിച്ചു, ഒരു ½ an hour 1 hour നമ്മൾ GI ട്രാക്കിലെത്തി, ബ്ലഡിൽ കയറി അബ്സോർഷൻ, പിന്നെ അങ്ങോട്ട് ഫീൽഡ് മാറാണ്, ഒരു യുഫോറിയയിലേക്ക് പോവുക. ഈ യുഫോറിയ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള സ്റ്റിമുലസ് ആണിത്. നേരെ മറിച്ച് ഈ ഞാൻ ബാക്കിൽ ഇപ്പോൾ കൊക്കൈൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ, പൗഡർ, സ്നിഫിങ്, സ്നോട്ടിങ്, ഇതെന്താ ഇത് നേരെ കഴിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഹൈ ഡോസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം മുഴുവൻ ഡീറേഞ്ച്ഡ് ആവുക. നമ്മളെ കാർഡിയാക് സിസ്റ്റം സ്റ്റിമുലൻ്റ് ആണ്, ആംഫെറ്റമിൻ ആണ് ഇത്. കാർഡിയാക് സിസ്റ്റം പ്രഷർ കൂടുന്നു, നമ്മുടെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നു, BP ഫ്ലക്ച്വേഷൻ, കാർഡിയാക് അരിത്മിയ. ഹൈ ഡോസിൽ പോയാൽ കാർഡിയാക് ഡെത്ത് വരെ നമുക്ക് സംഭവിക്കാം. ആ ഓവർ ഡോസ്, ആ ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ തുടക്കം തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ വന്ന ചില റിപ്പോർട്ടുകൾ പറഞ്ഞത്, ചില ഡോക്ടർമാരും ഞങ്ങളോട് പറഞ്ഞത്, MDMA ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, അതിൽ നിന്ന് ഡി അഡിക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്പർ 1. നമ്പർ 2, ഒന്നുകിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ഒരു മർഡർ. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ്. സാധ്യതയില്ലേ? അതല്ല, അതിൽ കുറേ വേറെ കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും പോളി സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് പലപ്പോഴും കാണുക. MDMA യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ആ പോളി സബ്സ്റ്റൻസ് അബ്യൂസിന് ശേഷമായിരിക്കാം പിന്നെ MDMA എത്തി. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇത് എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ ലഭ്യമാവുന്ന ഒരു അവസ്ഥയാണ്, ഇതിൻ്റെ അവൈലബിലിറ്റി. ബാക്കിയുള്ള സാധനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ കഞ്ചാവ് പലപ്പോഴും ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടക്കുകയായിരിക്കും, അവന് ചിലപ്പോൾ എണീറ്റ് നടക്കാനൊന്നും പറ്റണമെന്നില്ല. ഇവിടെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കിടക്കാനല്ല. ഇപ്പോൾ മയക്കം വന്ന ഒരു റൂമിലിട്ട് ആരോട് മിണ്ടാതെ കിടക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ടാവും. അവരെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് തന്നെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവൻ കഞ്ചാവ് അടിച്ച് അതിനുള്ളിൽ കിടക്കുന്ന ആർക്കും ഉപദ്രവമില്ലാത്ത സൈഡ്. അതല്ല, ഇവിടെ വേണ്ടത് സന്തോഷവും ആ സ്റ്റിമുലേഷൻ. അതാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയാൻ കാരണം. ഇതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റം ഒരു സെറട്ടോണിൻ സ്റ്റൈൽ സ്റ്റിമുലസ് ആണ്. അതായത് നമ്മുടെ ഉള്ള കാറ്റക്കോളാമിൻസ് ആണ് കൂടുന്നത്. നമ്മളുടെ ഒരു കുറെ ലോബ് ഉണ്ട്, പ്രീ ഫ്രോണ്ടൽ ലോബ്, ന്യൂക്ലിയസ് ആംബിഗൻസി. നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ ആനിമൽസും നമ്മളുടെ വ്യത്യാസം, നമ്മൾ തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ചറിയാനുള്ള ആ പക്വത ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞ സിഗ്നൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്റ്റസി ഫേസിലേക്ക് പോവാണ്. ആ പോയിന്റ് ഓഫ് ടൈമിൽ ഒരാൾ വന്നിട്ട് ഇന്റർവീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തി ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വേർതിരിച്ചറിയേണ്ട
ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ നഷ്ടപ്പെടുകയാണ്. റൈറ്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർക്ക് കൈ ഉയർത്തിയാൽ മതി. അഭിപ്രായം പറയേണ്ടവർക്കും ഈ അതിഥികൾക്കൊപ്പം നമുക്ക് അഭിപ്രായം പറഞ്ഞു തന്നെ പോകാം.